പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 15 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അമ്മയെയും കക്ഷി ചേർത്ത് ഹൈക്കോടതി. സിദ്ധാർത്ഥന്റെ അമ്മ എം.ആർ. ഷീബയുടെ പ്രത്യേക ഉപഹർജികൾ അംഗീകരിച്ചാണ് അവധിക്കാല ബെഞ്ചിന്റെ നടപടി. CBI രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാൻ മാറ്റി. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. മരിച്ച JS സിദ്ധാർത്ഥന്റെ അമ്മ എം.ആർ. ഷീബയുടെ എല്ലാ ഉപഹർജികളും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. ആകെ 15 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഓരോ ജാമ്യാപേക്ഷയിലും പ്രത്യേകം വാദം കേൾക്കണമെന്ന് CBI ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ച ഹൈക്കോടതി ജാമ്യാപേക്ഷ ഈ മാസം 22-ന് പരിഗണിക്കാൻ മാറ്റി. അവധിക്കാലത്തിന് ശേഷം പുതിയ ബെഞ്ച് ജാമ്യാപേക്ഷകളിൽ വിശദമായ വാദം കേൾക്കും. സിദ്ധാർത്ഥന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് എം.ആർ. ഷീബയുടെ ഉപഹർജികളിലെ പ്രധാന ആക്ഷേപം. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്ന് പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. അതിക്രൂരമായ ആക്രമണമാണ് മകൻ സിദ്ധാർത്ഥൻ നേരിട്ടത്. വൈദ്യസഹായം പോലും നൽകാൻ പ്രതികൾ തയ്യാറായില്ല. തുടരന്വേഷണം വേണമെന്ന കാര്യം അന്തിമ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നാണ് എം.ആർ. ഷീബയുടെ വാദം. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണക്കുറ്റം, മർദ്ദനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ CBI ചുമത്തിയത്. കേസിലെ പ്രതികൾക്കെതിരെ CBI പ്രാഥമിക കുറ്റപത്രവും നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ 15 പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. റിപ്പോർട്ടർ, കൊച്ചി.